ഹായ്, നേരെ വിഷയത്തിലേക്ക് വരാം. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. സാധാരണ കഴിഞ്ഞ വർഷം വരെ ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോസ് ലൈവായിട്ട് ചാനലുകളിലെല്ലാം സംപ്രേഷണം ചെയ്യണം. ഇപ്പോൾ ഓൺലൈൻ മീഡിയയുടെ വരവോടുകൂടി ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആണല്ലോ. ഇപ്പോൾ എവിടെ ചെന്നാലും ഓൺലൈൻ മീഡിയ അങ്ങ് ഏറ്റെടുത്തേക്കുവാണല്ലോ. ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് പ്രശസ്ത നടിയുടെ പ്രശസ്ത ഭാഗങ്ങൾ ഏതൊക്കെ സൈഡുകളിൽ സൂം ചെയ്യാമോ ആ രീതിയിലെല്ലാം സൂം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നതാണ് ഫീഡുകളിലെല്ലാം വരുന്നത്. ആറ്റുകാൽ പൊങ്കാല ഇടുക എന്ന് വെച്ചാൽ അന്യമായിട്ട് കാണുന്ന എത്രയോ സ്ത്രീ ജനങ്ങളുണ്ട്. അവർക്ക് പോലും ശല്യമാകുന്ന രീതിയിലാണ് ഓൺലൈൻ മീഡിയകൾ അവിടെ കയറി പേക്കൂത്ത് ഇന്നലെ കാണിച്ചത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ചില സ്ത്രീ, അവരുടെ പേക്കൂത്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമും തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഈ ഇൻസ്റ്റഗ്രാമിൽ റീച്ചിനും ലൈക്കിനും വേണ്ടിയിട്ട് കോപ്രായം കാണിക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല. അത് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ഞാൻ മേലെ പ്ലേ ചെയ്യാം. നിങ്ങളൊരു ഇത്തിരി അധികം ഹോട്ടായിട്ടുള്ള കണ്ടന്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള കാര്യങ്ങൾ റൺ ചെയ്യുകയോ ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലോ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. ഒരിക്കലും നിങ്ങളൊരു കുലസ്ത്രീയാക്കാനോ കേരളത്തിന്റെ പൈതൃകത്തെ പറ്റി പറഞ്ഞ് ഗുണദോഷിക്കാനോ അല്ല. സ്ത്രീകളുടെ നഗ്നതാ സംരക്ഷണത്തിന് കേരളത്തിന് അത്ര വലിയ പൈതൃകമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ മാറുമറിക്കൽ സമരമൊക്കെ കേരളത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ യാത്രയിൽ ഞാൻ ഒരാളെ കാണാനിടയായി. തന്റെ 12ാം വയസ്സിൽ തന്റെ അമ്മയ്ക്ക് സംഭവിച്ച ഒരു ദുരനുഭവത്തിന്റെ പേരിൽ 16ാം വയസ്സിൽ അതിന് പകരം വീട്ടുകയും തുടർന്ന് 12 വർഷം ജയിലിലും ജുവനൈൽ ഹോമിലും ഒക്കെ ജീവിതം കഴിച്ചു കൂട്ടിയ ഒരാളുമായിട്ട് സംസാരിക്കാനിടയായി. ഒരാണ് എന്നുള്ള രീതിയിൽ, ഒരു മകൻ എന്നുള്ള നിലയിലും അയാൾ പറഞ്ഞതിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. കുറച്ചധികം ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുകയും ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് വളരെ ചെറുപ്പമായിട്ടുള്ള ആളുകളാണ്. ഇത് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. വളരെ ചെറുപ്പമാകുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഗഹനമായിട്ട് ഭാവിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തെ പറ്റിയോ ഒന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലൊന്നും ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കില്ല ഇവരൊന്നും. പ്രായം മാറുന്നതോടൊപ്പം പ്രയോറിറ്റികൾ മാറും എന്നുള്ളത് ഒരു പ്രകൃതി തത്വമാണ്. ഇവൻച്വലി നിങ്ങളൊരു പാർട്ണർ ഫൈൻഡ് ഔട്ട് ചെയ്യും ആൻഡ് യു വിൽ ബിക്കം എ മോം. ഭാവിയിൽ നിങ്ങൾക്കൊരു മകൻ ഉണ്ടായി എന്ന് കരുതുക. ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ തരുന്നവരും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നവരും നിങ്ങളെ ആക്ച്വലി പ്രോത്സാഹിപ്പിക്കുകയാണോ അല്ലെങ്കിൽ ഡിജിറ്റലി യൂസ് ചെയ്യുകയാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം ഈ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്നാലും സാരിത്തുമ്പൊന്ന് മാറിയാലോ ടോപ്പിന്റെ ഇറക്കം കുറച്ച് കുറഞ്ഞാലോ സോഷ്യൽ മീഡിയ ഫേക്ക് ഐഡികളിൽ നിന്ന് വരുന്ന കമന്റുകളും മലയാളികളാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇങ്ങനെയുള്ള പച്ചയായ സമൂഹത്തിൽ ഡിജിറ്റൽ തെളിവോടെ ചിത്രീകരിക്കുന്ന ഈ ഹോട്ട്നെസ് പണത്തിന് വേണ്ടി നിങ്ങൾ മറ്റാളുകൾക്ക് കാഴ്ചവെക്കുമ്പോൾ നിങ്ങളൊരു വലിയ കമ്മിറ്റ്മെന്റ് ആണ് എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു മകൻ പിറക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റ്മെന്റ് കൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ട്രോമ അത് വളരെ വലുതാണ്. വെള്ളപ്പൊക്കം വരുമെന്ന് കരുതി ഇപ്പോഴേ കൊണ്ടുപോക്കണോ എന്ന് ചോദിക്കുന്നതിനുള്ള സൊല്യൂഷൻ സിമ്പിൾ ആണ്. ഡോണ്ട് മേക്ക് ചിൽഡ്രൻസ്. സമൂഹത്തിന് ബോധിപ്പിക്കാൻ വേണ്ടി കയ്യടി കിട്ടാൻ ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മേക്ക് യുവർ സെൽഫ് വാല്യൂബിൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യനൊരു ജീവി എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചാൽ പ്രജനനമാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്ന ഉദ്ദേശം. നമ്മളിലൂടെ വരാൻ സാധ്യതയുള്ള ഒരു തലമുറയ്ക്ക് നരകം സമ്മാനിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ഒന്ന് തീരുമാനിച്ചിറങ്ങിയാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുള്ള ഈ ലോകത്ത് നല്ലത് ചെയ്യാനും നല്ലതിലൂടെ സഞ്ചരിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ പറഞ്ഞു ചേർക്കേണ്ട വേറെ കൂട്ടരോട് ഉണ്ട്. സ്വന്തം ഭാര്യ എന്നും കസിൻ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഹോട്ട് സബ്സ്ക്രിപ്ഷൻ കണ്ടന്റുകൾ വിറ്റ് അത് പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് കാറും ലോറിയൊക്കെ വാങ്ങി ജീവിക്കുന്ന പുരുഷന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരൊക്കെ ഏത് ഐഡിയോളജിയിലാണ് ജീവിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന് ചിന്തിച്ചാൽ മതി, ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം കളഞ്ഞ നാടാണ് നമ്മുടെ കേരളം. ഇവരെയൊക്കെ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് വലിയൊരു ദോഷമായി തന്നെ മാറും. ചെയ്തോടും അതിലൊരു മാന്യത, മറ്റുള്ളവരുടെ ഫ്യൂച്ചർ വെച്ച് കളിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളോട് പറയാനുള്ളൂ.